ഈ കേരളം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിളറി പിടിക്കുന്ന ആളുകൾ നമ്മുടെ സംഘികളാണ്. സംഘികളും ക്രിസംഘികൾക്കാണ് കേരളത്തെ തീരെ ഇഷ്ടമില്ലാത്തത്. എങ്ങനെയെങ്കിലും കേരളത്തിനെ നശിപ്പിച്ച് കാണണം, അല്ലെങ്കിൽ തകർന്നു കാണണം. അതും ഇപ്പൊ നടക്കുന്ന ഈ ഒരു CPM ഗവൺമെന്റ് ഈ ഭാഗത്ത് തന്നെ, ഈ സമയത്ത് തന്നെ കേരളം എങ്ങനെയെങ്കിലൊക്കെ നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ഒട്ടുമിക്ക സംഘികളും. സംഘികളുടെ ഒക്കെ ഒരു വാഗ്ദത്ത ഭൂമി അല്ലെങ്കിൽ അവരുടെ മോഹഭൂമിയൊക്കെ എന്താ പറയുന്നത് ഉത്തർപ്രദേശാണ്. UP പോലെ ആകണമെന്നാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ സംഘികളൊക്കെ ഉറക്കെയും അല്ലാതെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശരിക്കും ഇവന്മാർ UPയിലേക്ക് പോയിട്ടുണ്ടോ? UPയുടെ ഗ്രാമങ്ങളിൽ താമസിച്ചിട്ടുണ്ടോ? സ്വന്തം ജാതിയും മതമൊക്കെ പറഞ്ഞിട്ട് UPയിൽ എവിടെയെങ്കിലൊക്കെ താമസിക്കാൻ ഒരു അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് UPയിൽ ഇപ്പൊ നടക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ UP ഒന്നല്ല, എന്നാലും നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത് ബീഹാറിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്, ഷിംന അസീസ് എന്നാണ്. ഷിംന അസീസ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. അവരൊരു ടോക്ക് വൈറലായിരുന്നു. അവർ ഡോക്ടറാണ്. ഇവർ ബീഹാറിലാണ് ജോലി ചെയ്യുന്നത്. അവർ പറയുന്ന ഡയലോഗുകളൊന്നും ഇങ്ങനെയാണ്: ബീഹാറിൽ ഓരോ ജാതിക്കും ഓരോ കോളനി ഉണ്ട്. കേരളത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ SC/ST മാത്രമായിരിക്കും അങ്ങനെ ഒരു കോളനിയൊക്കെ ഉള്ളത്. പിന്നെ അങ്ങനത്തെ ഒരു കോളനി എന്ന രീതിയിലൊക്കെ പറയാൻ കഴിയുക ബ്രാഹ്മണന്മാർക്ക് പാലക്കാടുണ്ട്, മഠം, അവിടെ ഒരു കോളനി ഉണ്ട്. അതല്ലാത്ത കോളനിയൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് കിട്ടുന്നില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ഇതിനെ താഴ്ത്തുനിന്ന് എഴുതി വെക്കാൻ ശ്രമിക്കണം. ഷിംന പറയുന്നത് അവിടെ ഓരോ ജാതിക്കാർക്കും കോളനി ഉണ്ട്. ഒരു കോളനിയിലത്തെ ആളുകൾക്ക് മറ്റൊരു കോളനിയിലേക്ക് എൻട്രി ചെയ്യുക എന്ന് പറയുന്ന പരിപാടി തന്നെ നടക്കില്ല. കൊലപാതകമടക്കം അവിടെ നടക്കും. ഹിന്ദുക്കൾക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് വരെ അവിടെ നല്ല കൃത്യമായിട്ടും ജാതിയുണ്ട്. ഞാൻ പലപ്പോഴും മുസ്ലിങ്ങൾക്ക് ജാതി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും ഇങ്ങനെ അന്തം വിട്ടു, മുസ്ലിങ്ങൾക്ക് ജാതിയോ എന്നൊക്കെ പല ആൾക്കാരൊക്കെ എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോഴും അവർ അംഗീകരിക്കുന്നില്ല. കാരണം ഞങ്ങൾ ഏകമത ദൈവവിശ്വാസികളാണ് എന്നൊക്കെ അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ഈ ജാതികൾ അവർ തീരെ അംഗീകരിക്കുന്നില്ല. എന്തൊക്കെയായാലും അന്യജാതിയിൽ ആർക്കെങ്കിലും അത്തരം ജാതി വിവരങ്ങൾ അറിയെങ്കിലും ഒന്ന് എഴുതി വെക്കണം കേട്ടോ. എന്തായാലും അന്യജാതിയിൽപ്പെട്ടവരെ തൊട്ടാൽ കുളിക്കണം എന്നൊക്കെയാണ് ഇപ്പോഴും അവിടുത്തെ വിശ്വാസം. സുഹൃത്തുക്കളെ, 2025 വേറെ ജാതിയിൽപ്പെട്ട ഒരാളെ കണ്ടാലോ തൊട്ടാലോ കുളിക്കണം എന്നൊക്കെ വിശ്വസിച്ചടക്കുന്ന ആ ജനങ്ങളോട് നിങ്ങൾ എന്ത് മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്? എന്ത് വിദ്യാഭ്യാസ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്? അവരോട് ഇവിടെ ഇപ്പോഴും ദൈവം ഉണ്ടെന്നു, എന്താ പറയാ ഭൂമിയാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവങ്ങൾ വിശ്വസിക്കും. പശുവിന്റെ മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. ആ മൂത്രത്തിൽ അങ്ങനെ പശു മൂത്രം ഒഴിക്കുമ്പോൾ അതിന്റെ അടിയിൽ പോയിരുന്നു കുളിച്ചാൽ മതിയെ ചൊറി മാറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങൾ അത് വിശ്വസിക്കുന്നേ. കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒഴിവാക്കി കളഞ്ഞ തൊട്ടുകൂടായ്മയിലും തീണ്ടലും ഒക്കെ ഇപ്പോഴും ബീഹാറിലുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കണം. കാരണം ഇവർ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഭക്ഷണം കിട്ടാനായിട്ട് ഇതാണ് അതിലത്തെ ഏറ്റവും ഭീകരമായിട്ട് എനിക്ക് തോന്നിപ്പോയത്. ഭക്ഷണം കിട്ടാഞ്ഞിട്ട് എലിമാളത്തിൽ കൈയിട്ട് ഗോതമ്പ് വാരി തിന്നുന്നവർ ഇപ്പോഴും ബീഹാറിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. എലിമാളത്തിൽ കൈയിട്ടിട്ട് ഗോതമ്പ് വാരി തന്നെ ഈ എലികൾ ഗോതമ്പ് കൊണ്ടുപോയിട്ട് തിന്നല്ലോ. അപ്പൊ അതിനുള്ളിൽ പോയിട്ട് അവർ കൊണ്ടുപോയത് പോലും വാരിയെടുത്ത് തിന്നുന്നൊരവസ്ഥ. 60% മനുഷ്യരുടെയും അവസ്ഥ ഇതാണ് എന്നാണ് ഷിംന അസീസ് പറയുന്നത്. വെറുതെ ഷിംന അസീസ് പാകിസ്ഥാനിലേക്ക് പോകും എന്നീ പറയുന്ന വർത്തമാനങ്ങൾക്ക് അപ്പുറം ഇതൊരു യാഥാർത്ഥ്യമുണ്ടെന്നും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇന്ത്യ. ഇങ്ങനെയുള്ള ഒരു മോഹസുന്ദരമായിട്ടുള്ള ഒരു ഇന്ത്യയിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെന്നാണ് കേരളത്തിലെ പല സംഘികളുടെയും ആഗ്രഹം എന്നുകൂടി എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് നമുക്കൊരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഇവിടെയുള്ള പല ആൾക്കാരെ തള്ളുകൾ കേട്ടിട്ട് നിങ്ങൾ ഇവന്മാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് നമ്മുടെ നിയമസഭയിൽ കൊണ്ടിരുത്തരുത്. നമ്മൾ കുടുങ്ങിപ്പോവും, പെട്ടുപോകും സുഹൃത്തുക്കളെ. ബൈ.